ONV സാറിൻ്റെ ഒരു പാട്ടിൽ, സിനിമാ പാട്ടിൽ പുള്ളി എഴുതിയിട്ടുണ്ട്, വന്നണയാത്ത വസന്തം നമ്മൾ കാണും വെറും പാഴ്ക്കിനാവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആ സുന്ദര വാഗ്ദത്ത ഭൂമി അത് ശരിക്കും പാഴ്ക്കിനാവാണെന്ന് എഴുതിയത് ഒരു ഇടത് കവിയാണ്. അപ്പോൾ ആ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അജിത ഒരു കേരള ഭൂമികയിൽ എന്ത് വ്യത്യാസം വരുത്തണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. ഒടുവിൽ ആ രാഷ്ട്രീയത്തിന് ഇല്ലെങ്കിൽ ആ സംഭവത്തിന് പിൽക്കാലഘട്ടത്തിൽ ആധുനിക സമൂഹത്തിൽ എന്തായിരുന്നു വില എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്പേസിലാണ് നമ്മൾ ഒരു തുടർച്ച എന്നോണമാണ് വനജ കളക്റ്റീവ് ഇല്ലെങ്കിൽ ഗാർഗി ഇറങ്ങി പുറപ്പെടുന്നത്. ഒരു അമ്മയുടെ വഴിയിലല്ല, പക്ഷേ വിപ്ലവം ആണ് മനസ്സിലുള്ളത്. അതെങ്ങനെയാണ് സാധ്യമാക്കേണ്ടതെന്നുള്ള പുതിയ ജനാധിപത്യ പ്രക്രിയ പഠിച്ചുകൊണ്ടാണ് ഗാർഗി വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴും തിയറിറ്റിക്കലി നമ്മളിതൊക്കെ നോക്കിക്കാണുമ്പോഴും ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളുണ്ട്. ഒരുമിച്ച് നിൽക്കുക, പക്ഷെ ഒപ്പം മുന്നേറുക എന്ന് പറയുന്നതും വേറെ കുറേ പേർ കവർ ചെയ്ത് പോവേണ്ടതുണ്ട് നമ്മുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പോകുമ്പോൾ നമ്മുടെ പാളയത്തിൽ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ മാത്രമുള്ള ബുദ്ധി ഇപ്പോൾ ഗാർഗിക്കുണ്ടോ? ആക്ച്വലി അതും ഇതേപോലെ പഠിച്ച് വരുന്നതാണ്. നമ്മൾ ഇമോഷണലി ആദ്യം നമ്മൾ ഒരുമിച്ച് എപ്പോഴും എല്ലാക്കാലം ഒരുമിച്ച് നിൽക്കും എന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ടീം പിന്നീട് അത് തകരുമ്പോൾ, പിന്നീട് അതിന് ഇടയിൽ വിശ്വാസവഞ്ചന സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് അത് പേഴ്സണലി ബാധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ കുറേ പഠിക്കുകയും ചെയ്യും. അതിനകത്ത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ശരിയായിരുന്നു, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി ഒരിക്കലും ആൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരാളോടോ അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോട് ചെയ്യുന്നത് അനുവദിക്കാൻ പാടില്ല. അതായത് നമ്മൾ ബൗണ്ടറീസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയല്ലോ. അപ്പോൾ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള, സത്യത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സമയത്തോ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നില്ല. പക്ഷെ അത് പഠിക്കുക എന്നുള്ളത്, ഇന്ന സാധനത്തിൻ്റെ ഒരാൾ നമുക്ക് ഇന്ന സാധനം എനിക്ക് വേദനിക്കുന്നുണ്ട്, അത് ഞാൻ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇതിൻ്റെ ബൗണ്ടറിയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വരും, എന്നിട്ടും അവർ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ട്, നിരന്തരം ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു പാഠമുണ്ട്. അപ്പം അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം എടുക്കും. കാരണം നമ്മൾ കൾച്ചറലി അതിന് ട്രെയിൻഡ് അല്ല. നമ്മൾ ത്യാഗം ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ റോളുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മളുടെ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി വരുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കോൺഫ്ലിക്ട്സ് നേരിടാൻ പറ്റും. അങ്ങനെ ഒരു പാഠമാണ് എനിക്ക് ഈ സത്യത്തിൽ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാവുന്നത്. നമ്മളുടെ ഇൻറ്റൻഷൻ, അതായത് നമ്മൾ എന്തിനാണോ സംഘടന തുടങ്ങുന്നത്, എന്തിനാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനകത്തുനിന്ന് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ, അതിനകത്ത് കുറച്ച് പേരുടെ ജീവിതത്തിൽ ശരിക്കും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ റെലവൻ്റ് ആയ റിസൾട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് 3 കൊല്ലമൊക്കെ ആയിട്ടുള്ളൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെ ചെറുതായിട്ടെങ്കിലും അവർ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. പബ്ലിക്കായിട്ട് കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. അതേപോലെ നമ്മൾ അങ്ങനെ പബ്ലിക് ആക്കാത്ത ഒരുപാട് ക്രൈസിസ് കേസുകളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. എല്ലാ സക്സസ് ആണെന്നല്ല പറയുന്നത്, പക്ഷേ അതിനകത്ത് നമുക്ക് എന്താ പറയുക, ഇടപെടാൻ പറ്റുന്ന സ്പേസുകളിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിലെങ്കിലും ആൾക്കാരുടെ ജീവിതങ്ങളിൽ ആ ആൾക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തേക്കും സ്നേഹമുള്ള സ്ഥലത്തേക്കും പോകാൻ പറ്റിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, അതുണ്ട്. ഈ സംഘടനകളിലൊക്കെ ഫണ്ട് വരുമ്പോൾ അത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ചില പ്രോബ്ലംസ് വരുന്നത്. നമ്മൾ തന്നെ ഇപ്പോൾ പലതരത്തിൽ ഇടത് പാർട്ടികളെ വിമർശിക്കുന്നത് തന്നെ അതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റായി നിൽക്കുമ്പോൾ ഉള്ളൊരു എല്ലാവർക്കും അതിൻ്റെ ബാധ്യത വരും. ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധ്യത വരും. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക വശം എന്ന് പറയുന്നത്, ഈ സംഘടനകളിൽ കാശ് വരുമ്പോഴത്തേക്കാണ് പ്രോബ്ലംസ് സാധാരണ മെർജ് ചെയ്യുന്നത്. ചില ആശയപരമായ ഭിന്നതകൾ ഉണ്ടാവാം, അത് ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് സംഘടനകൾക്ക് ഫണ്ട് വന്നു തുടങ്ങുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇത്തരം സംഘടനകൾക്ക് പോലും, ഇത്തരം നല്ല ഇടത് സ്വഭാവം പുലർത്തുന്നുവെന്ന് കരുതുന്ന ഇൻ്റലക്ച്വലായിട്ടുള്ള ഇടത് സംഘടനകൾക്ക് പോലും, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്ക് പോലും ഈ കാശൊരു വലിയ പ്രശ്നമാണോ? അത് അതിജീവനത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണോ? ഈ കാശ് മൊത്തത്തിൽ ഒരു മോഹിക്കുന്ന ആൾക്കാർ മാത്രമാണോ നമ്മളൊക്കെ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. കാശ് എന്ന് പറയുന്നത് തന്നെ പല ആൾക്കാർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത്രയും കാശുള്ളവരൊന്നും അല്ല നമ്മൾ ആർക്ക് വേണ്ടിയാണോ സർവീസ്
പ്രൊവൈഡേഴ്സ് എന്ന് വിചാരിക്കുന്നത് അവരൊന്നും അങ്ങനെ കാശുള്ള ആൾക്കാരല്ല. കാശ് എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. നമ്മൾ എന്തിനാണ് സംഘടനയിലേക്ക് കാശ് വരുത്തിയെന്ന് വെച്ചാൽ സംഘടനേൻ്റെ വർക്ക് എളുപ്പം നടക്കാൻ വേണ്ടി, അതായത് പണം പിരിക്കുക എന്നുള്ളത് ഒരു ജോലിയും, അതേപോലെ തന്നെ ക്രൈസിസ് അങ്ങനെയുള്ള പൊതുപരിപാടികൾ അങ്ങനെയുള്ള ജോലി, ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല ഒരു 3-4 പേരുള്ള ടീമിന്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ് വരുത്തുന്നത്. അപ്പോൾ കുറച്ച് കാലം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് കാശ് സംഘടനയിലേക്ക് വരുമെന്ന് പറയുന്നത്. കാശ് വന്നു കഴിയുമ്പം അത്രയും കാലം ചെയ്ത വർക്കിൻ്റെ റിവാർഡ് പോലെയാണ് ചില ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ആയി. അങ്ങനെയല്ല, അവർ കാശ് തന്നിരിക്കുന്നത് ഇനിയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംഘടനയാണ് വളർത്താൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ സംഘടനേനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം ഒരു എക്സ്റ്റെൻഡ് വരെ. അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതും ഞാൻ കുറ്റമായിട്ടൊന്നും കരുതുന്നില്ല കേട്ടോ. ഓരോ മനുഷ്യൻ്റെയും ഓരോ അവസ്ഥകളായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു സമയത്ത് പറ്റിയിട്ടുണ്ടാവും, ഒരു സമയത്ത് പറ്റുന്നുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരെ വന്ന പബ്ലിക് അറ്റാക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ അത് കുറേ നേരിട്ടിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരുപാട്. ഇപ്പോൾ 2020 മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്നും നേരിടുന്നുണ്ട്. കാരണം നമ്മളെ ലൈഫ് സ്റ്റൈല്, നമ്മൾ ചിന്തിക്കുന്ന രീതിയൊന്നും അങ്ങനെ അത്ര എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ അവരത് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ ഒരുപാട് അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പോയി പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മുതൽ സംഘടന കാശ് വാങ്ങി തുടങ്ങിയതിന് ശേഷം ഇത്തരം ആരോപണങ്ങൾ എന്നെ മാത്രമല്ല മെൻഷൻ ചെയ്യുന്നത്, അതിനകത്ത് സംഘടനയുടെ പേര് കൂടി വരുന്നുണ്ട്. സംഘടന എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു പരിപാടിയല്ല, അതിനകത്ത് മറ്റൊരുപാട് പേരുണ്ട്. അതുമാത്രമല്ല, സംഘടന കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. റേപ്പ് പോലത്തെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ സംഘടന അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പേഴ്സണലി ഉപയോഗിക്കുന്ന സീന്. അപ്പോൾ അങ്ങനത്തതിന് ഇനി ഇതുവരെയുള്ളത് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്തത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞാനത് അതിനോടൊന്നും പലതിനോടും റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല. പക്ഷേ സംഘടനയെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ പബ്ലിക് അറ്റാക്ക് ചെയ്യുന്നത് ഇനി ഞാൻ അങ്ങനെ എളുപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, അത് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നെ ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു കൂട്ടരാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അത് എന്നോടുള്ള ഒരു ദേഷ്യം, എന്നോടുള്ള പ്രശ്നം മാത്രമല്ല, സംഘടനയോടും കൂടിയുള്ള വിഷയമാണ്. അപ്പം അതിനെ കൃത്യമായി ഇനി ശക്തമായി നേരിടാനും ഞാനും മാത്രമല്ല സംഘടനയും ഒരുമിച്ച് നേരിടാന്നുള്ള രീതിയിൽ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പം തെറ്റ് സംഭവിക്കുക, അപ്പം എൻ്റെ അടുത്തൊരു തെറ്റുണ്ടാവുക എന്നുള്ളത് സാധാരണ ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആരും ജനിച്ച് വീഴുമ്പോൾ എല്ലാം, പിന്നെ വളർത്തപ്പെടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. തെറ്റ് വരുന്നത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്, അപ്പോഴും തയ്യാറാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമുള്ള ആൾക്കാരോട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു എന്നുള്ളത് സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്കും കൂടി അത് കേട്ടാൽ ഗുണമുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർ ചെയ്യുന്ന വർക്കിനെ റദ്ദ് ചെയ്ത് കളയാന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഞാൻ വളരെ തെറ്റായ ഒരു രാഷ്ട്രീയ നടപടിയായിട്ടാണ് മനസ്സിലാക്കുന്നത്.